أعوذ بالله من الشيطان الرجيم يؤتي الحكمة من يشاء ومن يؤت الحكمة فقد أوتي خيرا كثيرا وما يذكر إلا أولو الألباب. 269 വചനം, രണ്ടാമത്തെ ദിവസമാണ് നമ്മൾ കേൾക്കുന്നത്. യുത്തിൽ ഹിക്മത മൻ യശാ, അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ഹിക്മത്ത് നൽകുന്നു. വമൻ യുഅ്തൽ ഹിക്മത ഫഖദ് ഊതിയ ഖൈറൻ കസീറാ, ഏതൊരാൾക്ക് ഹിക്മത്ത് നൽകപ്പെടുന്നുവോ അവന് ധാരാളം നന്മ നൽകപ്പെട്ടു. വമാ യദ്ദക്കറു ഇല്ലാ ഉലുൽ അൽബാബ്, ബുദ്ധിയുള്ളവരല്ലാതെ ഉറ്റാലോചിക്കുകയില്ല. അപ്പോൾ ഇതിൻ്റെ ആദ്യ ഭാഗം നമ്മൾ വിശദീകരിച്ചു എന്താണ് ഹിക്മത്ത് എന്ന്. അപ്പോൾ ഭൗതികമായ സമ്പന്നതയല്ല, വിജ്ഞാനമല്ല ഹിക്മത്ത്. ആ ഭൗതികമായ സമ്പന്നതയോ വിജ്ഞാനമോ ലഭിക്കാതെ പോകുമ്പോൾ നമുക്കൊരു സങ്കടമോ ദുഃഖമൊന്നും ഉണ്ടാവരുത്. നമുക്ക് ഹിക്മത്തുണ്ട്, അത് അള്ളാഹു നൽകുന്ന അനുഗ്രഹമാണ്. അള്ളാഹുവിൻ്റെ ദീനിനെക്കുറിച്ചുള്ള ജ്ഞാനം കൂടിയാലേ എന്താവുള്ളൂ, ഹിക്മത്താവുള്ളൂ എന്ന് മനസ്സിലാക്കി. ഇനി വമൻ യുഅ്തൽ ഹിക്മത ഫഖദ് ഊതിയ ഖൈറൻ കസീറ, ഏതൊരുവന് ഈ ഹിക്മത്ത് നൽകപ്പെടുന്നുവോ അവൻ ധാരാളം നന്മ നൽകപ്പെട്ട് കഴിഞ്ഞു. ഇപ്പോൾ ഹിക്മത്ത് എന്താണെന്ന് മനസ്സിലായപ്പോൾ പിന്നെ അതിൽ ഒരു സംശയം ഉണ്ടാവില്ലല്ലോ. ഹിക്മത്ത് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയല്ലോ. അപ്പോൾ ഈ ഹിക്മത്ത് കിട്ടിയവന് ധാരാളം ഖൈർ കിട്ടും എന്ന് പറഞ്ഞാൽ അതിൽ പിന്നെ സംശയമല്ല. എന്താണ് ഖൈർ പറഞ്ഞാൽ അതാണ് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ നമ്മൾ പറഞ്ഞു ഈ ഹിക്മത്ത് കിട്ടിയ ആൾക്ക് പാരത്രിക ജീവിതത്തിൽ എന്തായിരുന്നാലും സമാധാനം കിട്ടും, ഇവിടെയും സമാധാനം കിട്ടും. അതാണ് ഖൈർ. ഖൈർ എന്ന് പറഞ്ഞാൽ എന്താ? ഉത്തമം, നന്മ, സമ്പത്ത്, ഇതിനൊക്കെ ഖൈർ ഉപയോഗിക്കും. ഇവിടെ പ്രത്യേകിച്ചും നമ്മളിപ്പോൾ സമ്പത്തിനെക്കുറിച്ചുള്ള ചർച്ചയിലാണല്ലോ, അതിൻ്റെ ഇടയിലാണല്ലോ ഈ വചനം വരുന്നത്. അപ്പോൾ അതുകൊണ്ട് സമ്പത്ത് എന്നുള്ള അർത്ഥം ഇവിടെ യോജിക്കും, സംശയമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ മുമ്പത്തെ വചനവും ഇതും കൂടി ചേർത്ത് വായിക്കുമ്പോൾ നമ്മൾ എന്ത് മനസ്സിലാക്കണം? സമ്പത്തും ഇതുമായിട്ട് ബന്ധമുണ്ട്, ഹിക്മത്തുമായിട്ട് ബന്ധമുണ്ട്. അപ്പോൾ എന്താ മനസ്സിലാക്കേണ്ടത്? നോക്കൂ, ഈമാൻ, സത്യവിശ്വാസവും അത് ആവശ്യപ്പെടുന്ന പ്രവർത്തനവും, മനസ്സിലായില്ലേ? അത് ഉള്ള ആളുകൾ, അതാണല്ലോ ഹിക്മത്ത്. അതുള്ള ആളുകൾ ഈ പിശാചിൻ്റെ ദുഷ്പ്രേരണങ്ങൾക്ക് വിധേയരായി ദാരിദ്ര്യം ഭയന്ന് സമ്പത്ത് കെട്ടിപ്പൂട്ടി വെക്കൂല. അവർ ചെറിയ സുഖത്തിന് വേണ്ടി ആഭാസങ്ങളിലോ തോന്നിയാസങ്ങളിലോ ഏർപ്പെട്ട് ദൂർത്തടിക്കൂല. മനസ്സിലല്ലേ? അതാണ്. അപ്പോൾ ഹിക്മത്ത് നേടിയവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ സമ്പത്ത് ഇതാണ്, ഇങ്ങനെ ആകാതിരിക്കുക എന്നുള്ളത്. മറ്റെല്ലാ നേട്ടങ്ങളും ചേർന്ന് നൽകുന്ന സൗഭാഗ്യം ഈ ഒരൊറ്റ നേട്ടം തന്നെ അവർക്ക് നൽകും. അതാണ് അതിൻ്റെ പ്രത്യേകത. മനസ്സിലായില്ലേ? അപ്പോൾ അവരുടെ സമ്പത്തുകൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുമ്പോൾ നേടുന്നത് സത്യത്തിൽ എന്താ? കഴിഞ്ഞ വചനത്തിൽ പറഞ്ഞല്ലോ, അള്ളാഹുവിൽ നിന്നുള്ള പാപമുക്തിയും പിന്നെ വലിയ അനുഗ്രഹമാണ്. ആ അനുഗ്രഹം എന്നുള്ളതിൽ നമ്മൾ സൂചിപ്പിച്ചല്ലോ, ആഖിറത്തിൽ മാത്രമല്ല ദുനിയാവിലുണ്ട്. അപ്പോൾ പാപങ്ങളൊക്കെ ഇല്ലാതായി പരിശുദ്ധനായി പരലോകത്ത് വരാൻ കഴിയുന്നതിനേക്കാൾ വലിയ നേട്ടം എന്താണ്? മനസ്സിലായില്ലേ? അത് നമ്മൾ ശരിക്കും മനസ്സിലാക്കുക. അതാണ് ഊതിയ വമൻ യുഅ്തൽ ഹിക്മത ഫഖദ് ഊതിയ ഖൈറൻ കസീറ. നോക്കൂ, ശ്രദ്ധിച്ചോളൂ നിങ്ങൾ. ഇവിടെ അള്ളാഹു എന്ത് പറഞ്ഞിട്ടില്ല? ഖൈറെന്ന് പറഞ്ഞ് നിർത്തിയിട്ടില്ല. ഉണ്ടോ? ഇല്ല, ഖൈറൻ കസീറ എന്നാണ് പറഞ്ഞു. ധാരാളം നന്മ. എന്താ കാരണം എന്ന് നോക്കൂ, ഈ ഹിക്മത്താണല്ലോ ഈ ഖൈർ എന്ന് പറയുന്നത്. ആ ഹിക്മത്ത് കിട്ടിയാൽ എന്തൊക്കെ സംഭവിക്കുന്നവരോ? ഒന്ന്, നമ്മൾ തെറ്റുകളിൽ നിന്ന് രക്ഷപ്പെടും. മനസ്സിലായല്ലോ എങ്ങനെയാണെന്നുള്ളത്. രണ്ട്, തീരുമാനങ്ങളിൽ ആ ഹിക്മത്ത് നമുക്ക് വഴി കാണിക്കും, തീരുമാനം എടുക്കാൻ കഴിയും, നല്ല തീരുമാനങ്ങൾ. മൂന്ന്, അത് ഇഹലോകത്തും പരലോകത്തും പ്രയോജനം ചെയ്യും. അതാണ് ഖൈറൻ കസീറ എന്ന് പറഞ്ഞത്. സുബ്ഹാനല്ലാഹ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരാൾക്ക് സമ്പത്തുണ്ട് അല്ലെങ്കിൽ വിജ്ഞാനമുണ്ട്, പക്ഷേ ഹിക്മത്തില്ല. അപ്പോൾ എന്തുണ്ടാകുക? രണ്ടും കേടുവരും. ഹിക്മത്തില്ലാത്തവന് സമ്പത്തുണ്ടായാൽ സമ്പത്ത് കേടുവരും, ഹിക്മത്തില്ലാത്തവന് ഇൽമുണ്ടായാൽ ഇൽമു എന്താവും? കേടുവരും. സുബ്ഹാനല്ലാഹ്.
എന്നിട്ട് അള്ളാഹു പറഞ്ഞ എന്താ, വമാ യദ്ദക്കറു ഇല്ലാ ഉലുൽ അൽബാബ്. പക്ഷേ ഈ യാഥാർത്ഥ്യം എല്ലാവർക്കും മനസ്സിലാവില്ല. അത് ശരിയല്ലേ? ഈ യാഥാർത്ഥ്യം എല്ലാവർക്കും ഇത് ഞാൻ പറയുമ്പോൾ തന്നെ നിങ്ങൾ വിചാരിക്കേണ്ട എന്ത് വെട്ടിത്തായി ചങ്ങായി പറയണത്. നല്ലവും പണവും നല്ല സ്വാധീനവും നല്ല പൊസിഷനും ഒക്കെ സൊസൈറ്റിയിൽ ഉണ്ടായാൽ രക്ഷപ്പെടില്ല. രക്ഷപ്പെടില്ല. പക്ഷെ അത് മനസ്സിലാവില്ല. അതാ പറഞ്ഞത് വമാ യദ്ദക്കറു ഇല്ലാ ഉലുൽ അൽബാബ്. സുബ്ഹാനല്ലാഹ്. ആരാണ് ഉലുൽ അൽബാബ്? ആദ്യം നമ്മളത് മനസ്സിലാവില്ല എന്ന് പറഞ്ഞാൽ എന്താ അങ്ങോട്ട് അറിയണമല്ലോ. നോക്കൂ, സത്യത്തിൽ നമ്മുടെ ദേഹത്തിൻ്റെ ഇച്ഛകൾക്ക് വേണ്ടി നമ്മുടെ ബുദ്ധി ശരിയായിട്ട് ഉപയോഗിച്ചു എന്ന് വെക്കുക. അതിനെന്താ കിട്ടുക? നോക്കൂ, നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മുടെ ദുർമോഹങ്ങളെ, നമ്മുടെ തെറ്റായ ധാരണകളെ നീക്കിയെങ്കിലേ ഹിക്മത്ത് വരൂ. മനസ്സിലായില്ലേ? അപ്പോഴേ ഹിക്മത്ത് വരൂ. അവർക്കേ ഹിക്മത്ത് കിട്ടൂ. അല്ലാത്തവൻ ഇരുട്ടിലായിരിക്കും. അവന് പണം കിട്ടിയിട്ടില്ലെങ്കിൽ തലവേദന വരും. അവന് അപ്പുറത്തുള്ളവൻ്റെ കണ്ടിട്ട് അവന് അസൂയ വരും. മനസ്സിലായല്ലോ? നമ്മൾ ശരിക്ക് ഈ ഒരു വാക്ക് മനസ്സിലാക്കണം. എന്ത്? വമാ യദ്ദക്കറു ഇല്ലാ ഉലുൽ അൽബാബ്. എന്താണ് ഉലുൽ അൽബാബ്? ഹിക്മത്ത് ലഭിച്ച ആളാണ് ആരാകുക? ഉലുൽ അൽബാബ്. കാരണം ഹിക്മത്ത് ലഭിച്ച ആൾക്ക് വേണ്ടതുപോലെ ചിന്തിക്കാനും യഥാർത്ഥ രീതിയിൽ പ്രവർത്തിക്കാനും സാധിക്കുള്ളൂ. അവനാണല്ലോ ഉലുൽ അൽബാബ്. അവനാണ് ഉലുൽ അൽബാബ്. നമ്മൾ ഉലുൽ അൽബാബ് എന്നുള്ളതിന് കുറച്ചും കൂടി നല്ല ഒരു ഭാഷ ഞാനിങ്ങനെ ആലോചിച്ചു. സൽബുദ്ധിയുള്ളവർ എന്ന് വേണമെങ്കിൽ പറയാം. നല്ല ബുദ്ധിയുള്ളവർ. ലുബ് എന്ന് പറഞ്ഞാൽ അഖലല്ല. 2 പദമുണ്ട് അറബിയിൽ. ലുബ് എന്ന് പറഞ്ഞാൽ ലുബിൻ്റെ ബഹുവചനമാണ് എന്ത്? അൽബാബ്. അതിന് ഭാഷയിൽ പറയുക കാമ്പ്, സത്ത് എന്നൊക്കെയാണ്. മനസ്സിലായല്ലോ? അത് സാധാരണ ബുദ്ധിയല്ല. മറിച്ച് ഏതാണ് ആ ലുബ് എന്ന് പറഞ്ഞ ബുദ്ധി? അഖൽ എന്ന് പറഞ്ഞ ബുദ്ധിയല്ല. അതേതാ? അത് ഊഹത്തിൻ്റെ കലർപ്പില്ലാത്ത, ഈ ഹവയുടെ ചായ്വില്ലാത്ത, നമ്മുടെ ഇഷ്ടം ഇല്ലാത്ത തികച്ചും ശുദ്ധഗതിക്കുള്ള ബുദ്ധി. അതാണ് ലുബ്. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് ഈ ലുബിനെക്കുറിച്ച് വിശദീകരിക്കുന്ന ഡിക്ഷണറികളിലൊക്കെ കാണാം രണ്ടും ഒന്നല്ല. ഏത്? അഖലും ലുബും ഒന്നല്ല. മനസ്സിലായില്ലേ? അല്ലെങ്കിൽ ലുബും ബുദ്ധിയും, എല്ലാ ലുബും എന്താണ്? ബുദ്ധിയാണ്. എന്നാൽ എല്ലാ ബുദ്ധിയും എന്തല്ല? ലുബല്ല. അപ്പം മനസ്സിലായല്ലോ നിങ്ങൾക്ക്? അതാണ് നമ്മൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത്. ഉലുൽ അൽബാബ് എന്ന് പറഞ്ഞാൽ. പക്ഷേ നമ്മൾ ബുദ്ധിമാന്മാർ എന്ന അർത്ഥം പറയാം. അവിടെ ഉലുൽ ഒക്കല എന്നുള്ള അർത്ഥമല്ല അത്. അല്ലെങ്കിൽ ഉലുൽ അഖൽ എന്നുള്ള അർത്ഥമല്ല. ആ അഖൽ എന്നുള്ള ബുദ്ധിയല്ല എന്നർത്ഥം. അതിനാണ് ഞാനിത് പറഞ്ഞത്. എന്ത്? എല്ലാ ലുബും എന്തല്ല? എല്ലാ ലുബും ബുദ്ധിയാണ്. പക്ഷേ എല്ലാ ബുദ്ധിയും എന്തല്ല? ലുബല്ല. മനസ്സിലായല്ലോ? അപ്പോൾ ബുദ്ധിമാന്മാർ, ബുദ്ധിശാലികൾ എന്നൊക്കെ നമ്മൾ അഹ്ലുൽ ഉഖൂൽ അല്ലെങ്കിൽ ഉഖല എന്നൊക്കെ പറഞ്ഞാൽ അത് പറയും. അതല്ല എന്ത്? ഉലുൽ അൽബാബ്. അത് പ്രത്യേകമായ ഒരു ബുദ്ധിയാണ്. അപ്പോൾ നമുക്ക് സൽബുദ്ധി എന്നൊക്കെ പറയാം. മനസ്സിലായില്ലേ? അതാണ് സത്യത്തിൽ ഈ ലുബ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ എന്താ പറഞ്ഞത്? വമൻ യുഅ്തൽ ഹിക്മത ഫഖദ് ഊതിയ ഖൈറൻ കസീറ. അപ്പോൾ ഈ വമാ യദ്ദക്കറു, അത് നമ്മൾ വിശദീകരിച്ചല്ലോ. പിന്നെ വമാ യദ്ദക്കറു ഇല്ലാ ഉലുൽ അൽബാബ് എന്ന് വെച്ചാൽ ഈ ഹിക്മത്ത് എല്ലാവർക്കും കിട്ടൂല. എല്ലാവർക്കും അതുകൊണ്ടുള്ള ഗുണവും കിട്ടൂല. പിന്നെ ആർക്കാ കിട്ടുക? ഈ ലുബുള്ളവർക്കാ കിട്ടുക. ലുബുള്ളവരെന്ത് ചെയ്യുന്നവരോ? 1, അവർ ചിന്തിച്ചുകൊണ്ടിരിക്കും. 2, ചിന്തിച്ചതിൽ നിന്ന് അവർ പാഠം ഉൾക്കൊള്ളും. 3, അവർ വർത്തമാനകാലവുമായി അവരുടെ ചിന്തകളെ ബന്ധിപ്പിക്കും. ഈ 3 കാര്യങ്ങൾ അവർ ചെയ്യും. അതാണ് അവരുടെ പ്രത്യേകത. മനസ്സിലായല്ലേ? മനസ്സിലാക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. വലിയൊരു പാഠമാണ് യഥാർത്ഥത്തിൽ ഇത് എന്ന് പറയുന്നത്. അപ്പോൾ മനുഷ്യന് യഥാർത്ഥത്തിൽ ഒരുപാട് കാര്യങ്ങൾ മനുഷ്യന് തടയപ്പെടുന്നുണ്ട്. പക്ഷേ തടയപ്പെടുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതാ? ഹിക്മത്താണ്. മനസ്സിലായില്ല? അതുകൊണ്ട് അവിടെ വമൻ യുഅ്തൽ ഹിക്മത ഫഖദ് ഊതിയ ഖൈറൻ കസീറ എന്ന് പറഞ്ഞത്. മനസ്സിലായില്ലേ? നമ്മൾ ശരിക്ക് മനസ്സിലാക്കണം. സുബ്ഹാനല്ലാഹ്. ഇവിടെ നോക്കൂ, നമ്മൾ ശ്രദ്ധിക്കണം. നമുക്ക് ഒരുപാട് പാഠങ്ങളുണ്ട് നമ്മുടെ ജീവിതത്തിൽ. ഈ ആയത്തിൽ നിന്ന് പഠിക്കേണ്ട ഒരുപാട് പാഠങ്ങളുണ്ട്.
ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ ചിന്തിക്കേണ്ടത് ഈ ഹിക്മത്ത് യഥാർത്ഥത്തിൽ അള്ളാഹുമായുള്ള ബന്ധത്തിൽ നമുക്ക് ഹിക്മത്ത് നമ്മളെപ്പോഴും അള്ളാഹുവിനോട് ചോദിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥന നമ്മൾ ഇന്നലത്തെ ക്ലാസ്സിൽ പഠിച്ചല്ലോ, ഹിക്മത്ത് ചോദിക്കണം. നമ്മുടെ എല്ലാ ഇബാദത്തുകളും നമ്മൾ ചെയ്യുന്ന അമലുകളൊക്കെ അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കണം. അത് ഒരു അധര വ്യായാമമായി പ്രവർത്തിക്കൽ. മനസ്സിലായല്ലോ? ചിന്തിക്കുമ്പോഴാണ് ഹിക്മത്ത് ആക്റ്റീവാകുള്ളൂ. അപ്പോൾ നമ്മുടെ കൽബ് തുറയും, അപ്പോൾ നമുക്ക് ഖുശൂ കിട്ടും. സുബ്ഹാനല്ലാഹ്. രണ്ടാമത്തേത്, നമ്മൾ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അവിടെ ഹിക്മത്ത് വേണം. അതും ഇതിൻ്റെ പ്രായോഗിക തലത്തിൽപ്പെട്ടതാണ്. എന്ത് തീരുമാനമായാലും, എന്തൊരു തീരുമാനം എടുക്കണം, ഇപ്പോൾ കുടുംബപരമാകട്ടെ, സാമ്പത്തികമാകട്ടെ, വ്യക്തിപരമാകട്ടെ, എന്തായാലും അവിടെ ഹിക്മത്ത് വർക്ക് ചെയ്യണം. ഹിക്മത്ത് വർക്ക് ചെയ്താൽ എന്തുണ്ടാവും എന്ന് പറയാം. ഒന്ന്, ധൃതി കാണിക്കൂല. ഹിക്മത്തുണ്ടെങ്കിൽ ധൃതിയാണല്ലോ എല്ലാത്തിൻ്റെയും പ്രശ്നം. എത്ര കുടുംബങ്ങളാ കണ്ണീര് കുടിക്കുന്നത് ധൃതി കാരണമായി. രണ്ട്, അള്ളാഹുവിനോട് ഇസ്തിഖാറത്ത് നടത്തും. ശരിക്കും ശ്രദ്ധിച്ചോ, ഹിക്മത്തുള്ളവൻ ഒരു തീരുമാനം എടുക്കണ മുമ്പ് അള്ളാഹുവിനോട് ഇസ്തിഖാറത്ത് നടത്തും, ചോദിക്കും അള്ളാഹുവിനോട് ഏതാ ഖൈറ്. മൂന്ന്, എക്സ്പീരിയൻസ്ഡ് ആയ ആളുകളോട് അഡ്വൈസ് വാങ്ങും. അത് വലിയൊരു വിഷയമാണ്, വലിയ വിഷയമാണ്. മുസ്ലിങ്ങൾ തമ്മിലുള്ള കടമയാണ്. ഒരാൾ നസീഹത്ത് വന്ന് ചോദിച്ചാൽ നസീഹത്ത് കൊടുക്കണം. വഇദസ്തൻസഹക ഫൻസഹു. നമ്മളെപ്പോഴും ചോദിക്കണം നമ്മളോട്, ഞാൻ ഈ എടുത്ത തീരുമാനം ശരിയാണോ? ഈ മൂന്ന് സംഗതികൾ അതിൽ വന്നിട്ടുണ്ടോ? ധൃതി കാണിക്കാതെയാണോ എടുത്തത്? ഞാൻ ഇസ്തിഖാറത്ത് നടത്തിയിട്ടുണ്ടോ? അഹ്ലുൽ ഖിബ്ര, എക്സ്പീരിയൻസ്ഡായ പരിചയമുള്ള ആൾക്കാരോട് ഞാൻ മുഷാവറ നടത്തിയിട്ടുണ്ടോ? രണ്ട്. മൂന്നാമത്തെ കാര്യം, നമ്മുടെ പ്രബോധനത്തിലും പഠനത്തിലും ഹിക്മത്ത് വലിയൊരു വിഷയമാണ്. നമ്മൾ പ്രബോധനം നടത്തുകയാണെങ്കിലും പഠിപ്പിക്കുകയാണെങ്കിലും വലിയ വിഷയമാണ്. നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ഒന്ന്, ജനങ്ങളോട് സംസാരിക്കേണ്ടത് അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിലായിരിക്കണം. ജനങ്ങളോട് സംസാരിക്കേണ്ടത് അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിലായിരിക്കണം. രണ്ട്, അവരുടെ അവസ്ഥകൾ അവരുടെ ഗ്രേഡിൽ നിന്ന് നാം മനസ്സിലാക്കണം. ഒരു പണക്കാരൻ, എനിക്ക് എപ്പോഴും ഉണ്ടാകുന്ന ഒരു സങ്കടം ഇതാണ്, ഒരു പണക്കാരൻ ഈ പാവപ്പെട്ടവൻ്റെ ഗ്രേഡിലേക്ക് ഇറങ്ങി വന്നിട്ട് മനസ്സിലാക്കണം അവൻ്റെ അവസ്ഥ. അല്ലാതെ ഇവനിൻ്റെ എല്ലാ സൗകര്യങ്ങളും ഉപയോഗിച്ചിട്ട് പാവപ്പെട്ടവനെ വിലയിരുത്തരുത്. മനസ്സിലായല്ലോ? മൂന്നാമത്തേത്, പറയാനും ഉപദേശിക്കാനും ഒക്കെ അതിന് നല്ല സമയം തിരഞ്ഞെടുക്കണം. ഇതൊക്കെ ഹിക്മത്തിൽപ്പെട്ടതാണ്. പ്രത്യേകിച്ച് പ്രബോധകന്മാരും അധ്യാപകരും ഒക്കെ ശ്രദ്ധിക്കേണ്ട ഹിക്മത്തിൽപ്പെട്ടതാണ് ഇത്. നാലാമത്തെ കാര്യം, ജനങ്ങളുമായി ഇടപഴകുമ്പോഴാണ്. അവിടെ ഹിക്മത്ത് വേണം. നോക്കൂ, ഓരോരുത്തർക്കും ഓരോ ഉസ്ലൂബ. ഉമ്മനോട് പറയുന്ന മാതിരിയല്ല മകനോട് പറയേണ്ടത്, ഭാര്യയോട് പറയേണ്ട മാതിരിയല്ല സഹോദരിയോട് പറയേണ്ടത്, ഭർത്താവിനോട് പറയുന്ന മാതിരിയല്ല സഹോദരനോട് പറയേണ്ടത്. ഹിക്മത്ത് വേണം. മനസ്സിലായി? രണ്ട്, ജീവിതത്തിൻ്റെ ഒരു രംഗങ്ങളിലും നമ്മൾ സ്ട്രിക്റ്റ് ആകരുത്. ശിദ്ധത്ത് പാടില്ല, കാഠിന്യം. അത് ഇസ്ലാമിക വിരുദ്ധമാണ്. ഇല്ല, നമ്മൾ സോഫ്റ്റ്നെസ്സിൻ്റെ ആളുകളാണ്. ഹിക്മത്താണ്. അതേപോലെ തന്നെ എല്ലായിടത്തും സോഫ്റ്റ് ആകാനും പാടില്ല, അതും ഹിക്മത്താണ്. അപ്പോൾ സോഫ്റ്റ് ആൻ്റെ അടുത്ത് സോഫ്റ്റ് ആകുക, റഫാൻ്റെ അടുത്ത് റഫാകുക. എല്ലായിടത്തും റഫാകാൻ പാടുണ്ടോ? പാടില്ല. എല്ലായിടത്തും സോഫ്റ്റ് ആകാൻ പാടുണ്ടോ? പാടില്ല. അതാണ് ഞാൻ ഹിക്മത്തിനെ കുറിച്ച് നേരത്തെ പറഞ്ഞല്ലോ, വദ്ഉ ശൈഇ ഫീ മൗദിഇഹി എന്ന്. ഒരു സംഗതി എങ്ങനെയാണോ ചെയ്യേണ്ടത് അങ്ങനെ ചെയ്യും. അഞ്ചാമത്തെ കാര്യം, നമുക്ക് അള്ളാഹു നൽകിയ നിഅമത്തുകളെ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ അവിടെ ഹിക്മത്ത് വേണം. നിഅമത്തുകൾ എന്ന് പറഞ്ഞാൽ സമ്പത്ത് നിഅമത്താണ്, വിജ്ഞാനം ക്വാളിഫിക്കേഷൻസ് നിഅമത്താണ്, നമ്മുടെ പൊസിഷൻസ് സ്ഥാനമാനങ്ങൾ നിഅമത്താണ്. നോക്കൂ, ഒരിക്കലും നമ്മുടെ സമ്പത്ത് എങ്ങനെയെങ്കിലും ചിലവാക്കരുത്. മനസ്സിലായല്ലോ? ഒരിക്കലും നമ്മൾ അറിയാത്ത കാര്യം സംസാരിക്കരുത്, പഠിച്ചിട്ടേ പറയാവൂ. ഒരിക്കലും നമ്മുടെ പൊസിഷനുകൾ ഒരിക്കലും നാം അനവസരത്തിലോ അനാവശ്യത്തിനോ ഉപയോഗിക്കരുത്. മനസ്സിലായോ? അങ്ങനെ ചെയ്താൽ ഇതാണ് ഹിക്മത്ത് എന്ന് പറയുന്നത്. ഹിക്മത്തില്ലാതെ ഈ രംഗത്തൊക്കെ പ്രവർത്തിച്ചാൽ നിഅമത്തുകൾ നിഖമത്തുകളായി മാറും, അനുഗ്രഹങ്ങൾ ശാപങ്ങളായി മാറും. സമ്പത്തിൻ്റെ കാര്യമായാലും വിജ്ഞാനത്തിൻ്റെ കാര്യമായാലും പൊസിഷൻസിൻ്റെ കാര്യമായാലും. ആറാമത്തെ കാര്യം, നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. നോക്കൂ, ഹിക്മത്ത് വേണം എവിടെ? നമ്മൾ പരീക്ഷണങ്ങളെയും കഷ്ടപ്പാടുകളെയും നേരിടുമ്പോൾ. എല്ലാവരും ശ്രദ്ധിക്കുക.
പരീക്ഷണങ്ങളെയും കഷ്ടപ്പാടുകളെയും നേരിടുമ്പോൾ ഹിക്മത്ത് വേണം. ഒരിക്കലും നോക്കൂ, ശ്രദ്ധിച്ചെല്ലാവരും, ഒന്ന്, ഒരിക്കലും ആദ്യ ധാരണകളെ അടിസ്ഥാനമാക്കി വിധിക്കരുത്. പ്രഥമ ധാരണകൾ, നമുക്ക് കിട്ടുന്ന പ്രഥമ വിവരം ഉണ്ടാവും, FIR അതാണല്ലോ, അതിനനുസരിച്ച് വിധി പറയരുത്. 2, വിവരങ്ങൾ ശേഖരിക്കണം. ഫിത്നകളും പരീക്ഷണവും കഷ്ടപ്പാടൊക്കെ ഉണ്ടാകുമ്പോൾ അവിടെ വിവരങ്ങൾ ശേഖരിക്കണം. മനസ്സിലായല്ലോ? ഒരു ഫിത്നയിൽ നമ്മൾ ചെന്നാൽ അകപ്പെടരുത്, വീണുപോകരുത് അതിൽ. 3, പ്രതികരിക്കുന്നതിന് മുമ്പ് അനന്തരഫലങ്ങളെക്കുറിച്ച് ചിന്തിക്കണം. അനന്തരഫലങ്ങളെക്കുറിച്ച് ചിന്തിക്കണം. മനസ്സിലായല്ലോ? ഇത് ശരിക്കെല്ലാവരും ചിന്തിച്ച് മനസ്സിലാക്കുക. മനസ്സിലായല്ലോ? ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അള്ളാഹു ഈ രീതിയിൽ ജീവിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. വല്ലാത്തൊരു വചന, സുബ്ഹാനല്ലാഹ്.